സല്യൂട്ട് ഭാരത്. നമ്മളോടൊപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഹരികുമാറാണ്. സർ, സ്വാഗതം. നമസ്തേ പ്രേംലാൽ. സാറ്, ഇന്ത്യയിൽ നിന്നുള്ള നമ്മുടെ സൈനിക വിമാനങ്ങളെ പിന്തുടരുകയോ നിരീക്ഷിക്കുകയോ ചെയ്തത് മനസ്സിലാക്കാം. പക്ഷേ സിവിലിയൻ വിമാനങ്ങളെ പോലും നിരീക്ഷിക്കാനും അതിനെ ജാം ചെയ്യാനും അതിൻ്റെ സിഗ്നൽ സംവിധാനമൊക്കെ തകരാറിലാക്കാനും ചിലർ ശ്രമിക്കുന്നു എന്നുള്ള വാർത്തകൾ ഗൗരവതരമാണ്. എന്താണ് സാർ അതിൻ്റെ സംഭവം? എന്താണ് ഈ വാർത്തകൾ? ശരിയാണ്. ഇന്ത്യയുടെ സമീപത്തുള്ള 3 രാജ്യങ്ങൾ, അതായത് പാകിസ്ഥാൻ, അതുപോലെ തന്നെ മ്യാൻമാർ, പിന്നെ ശ്രീലങ്കയിൽ നിന്ന് പോലും ഈ ജാമിങ് ആൻഡ് സ്പൂഫിങ് അറ്റാക്കുകൾ ഇന്ത്യൻ വിമാനങ്ങൾക്ക് നേരെയും അതുപോലെ ഹെലികോപ്റ്ററുകൾക്ക് നേരെയും ഒക്കെ ഉണ്ടാകുന്നതായിട്ട് ഇപ്പോ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ കണക്കുകൾ തന്നെ വളരെ ഞെട്ടിപ്പിക്കുന്ന കണക്കാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് 2023-നും 2025-നും ഇടയ്ക്ക് ഇത്തരം 465 ആക്രമണങ്ങൾ, ജാമിങ് സ്പൂഫിങ് ആക്രമണങ്ങൾ ഇന്ത്യയുടെ സൈനിക, കമേഴ്സ്യൽ 2 തരം വിമാനങ്ങൾക്കും ഹെലികോപ്റ്ററുകൾക്കും ഒക്കെ നേരെ ഉണ്ടായിട്ടുണ്ട്. ഇത് അതീവ ഗൗരവത്തോടാണ് ഭാരത സർക്കാർ ഈ വിഷയം കാണുന്നതും അതിനുവേണ്ട പ്രതിരോധ നടപടികളും ഇന്ത്യ വളരെ കൃത്യമായിട്ട് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് 2 തരത്തിലാണ് ഈ ആക്രമണങ്ങൾ നടക്കുന്നത്. ഒന്ന് ജാമിങ്, അതായത് സിഗ്നലുകൾ പൂർണ്ണമായിട്ടും തടയുക. 2 സ്പൂഫിങ്. സ്പൂഫിങ്ങില് സിഗ്നലുകള്, അതായത് ഒരു വിമാനം നമ്മുടെ യഥാർത്ഥത്തിലുള്ള ഔദ്യോഗിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന കമ്മ്യൂണിക്കേഷൻ സിഗ്നലുകൾ, ആ കമ്മ്യൂണിക്കേഷൻ സിഗ്നലുകൾക്ക് സമാനമായ ഫ്രീക്വൻസിയിൽ അതിനേക്കാൾ ശക്തിയുള്ള സിഗ്നലുകൾ പുറപ്പെടുവിച്ചിട്ട് ഈ വിമാനങ്ങളുടെ റിസീവേഴ്സ് ഇത് സ്വീകരിച്ചിട്ട് തെറ്റായ സ്ഥലങ്ങളിലേക്ക് പോയിട്ട് ലാൻഡ് ചെയ്യാം. ഇപ്പൊ നെടുമ്പാശ്ശേരിയിൽ ലാൻഡ് ചെയ്യേണ്ട ഒരു വിമാനം ഇത്തരം ഒരു സ്പൂഫിംഗ് അറ്റാക്ക് വന്നു കഴിയുമ്പോൾ വേണമെങ്കിൽ കൊച്ചിയിലെ നാവികസേനാ താവളത്തിലേക്ക് അത് പറന്നിറങ്ങും. അങ്ങനെ ആവശ്യമില്ലാത്ത കൺഫ്യൂഷനും പ്രതിസന്ധിയും ഒക്കെ സൃഷ്ടിക്കാം. തിരിച്ചറിയപ്പെടും എങ്കിലും. അപ്പോ ഇത് മൊത്തത്തിൽ ഇത് ബാധിക്കുന്നത് ഈ ഗ്ലോബൽ നാവിഗേഷണൽ സാറ്റലൈറ്റ് സിസ്റ്റം, GNSS എന്ന് പറയുന്ന നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സംവിധാനത്തെയാണ്. GNSS എന്ന് നമ്മൾ പറയുമ്പോൾ അതിനകത്തിലെ GPS, ഗ്ലോബൽ പൊസിഷനിങ്, ഇത് പൊസിഷൻ നാവിഗേഷൻ ആൻഡ് ടൈമിംഗ് സിസ്റ്റം ആണ് ഞാൻ ഈ ഉദ്ദേശിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഈ GPS. അത് അമേരിക്ക നിയന്ത്രിക്കുന്നതാണ്, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. അതുപോലെ തന്നെ ചൈനയുടെ ബെയ്ഡു ഉണ്ട്, യൂറോപ്യൻ യൂണിയന്റെ ഗലീലിയോ ഉണ്ട്, റഷ്യയുടെ ഗ്ലോസ്നാസ് ഉണ്ട്, ഇന്ത്യയുടെ നാവിക്കുണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ ഒരു ചെറിയ പ്രതിസന്ധി ഇപ്പോൾ ഇന്ത്യ അനുഭവിക്കുന്നത് ഈ നാവിക്കിന് വന്നിരിക്കുന്ന ചില ബലഹീനതകൾ. നാവിക്ക് ഉദ്ദേശിച്ച രീതിയിൽ നാവിക്കിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ 12 ഉപഗ്രഹങ്ങൾ നമ്മുടെ ഒരു നെറ്റ്വർക്ക് ഉണ്ടാവേണ്ടതാണ്. അതിന് പകരം ഇപ്പം വെറും 3 ഉപഗ്രഹങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അതിന്റെ പരിമിതിയാണ് യഥാർത്ഥത്തിൽ ഇത്തരം ആക്രമണങ്ങൾ വർദ്ധിക്കാനുള്ള, അല്ലെങ്കിൽ ഇതിന്റെ ബുദ്ധിമുട്ട് ഇന്ത്യ അനുഭവിക്കാനുള്ള ഒരു കാരണം. ഇവിടെ ISRO ഇക്കാര്യത്തിൽ അത്ര അവരെ നമുക്ക് വെറുതെ വിടാൻ പറ്റില്ല. കാരണം ഇതിൽ ISROയുടെ ചില പാളിച്ചകൾ പറ്റിയിട്ടുണ്ട്. 3 നാവിക്കിന്റെ ഭാഗമായിട്ടുള്ള 3 ഉപഗ്രഹങ്ങൾ പ്രവർത്തനക്ഷമം അല്ലാതായത്, അതിലെ ആറ്റമിക് ക്ലോക്കുകൾ, ഞാൻ ആദ്യം പറഞ്ഞില്ല, ഇത് പൊസിഷനിങ്, ടൈമിംഗ് ആൻഡ് നാവിഗേഷൻ. ഈ ടൈമിങ്ങിന് ഉപയോഗിക്കുന്ന ആറ്റമിക് ക്ലോക്കുകൾ അതെല്ലാം കേടായി. അതാണ് അവിടെ വന്ന നിസ്സാരമായ പിഴവ്. അത് മൊത്തം ഒരു സംവിധാനത്തെ തന്നെ ഇല്ലാതാക്കി. അങ്ങനെയുള്ള പിന്നെ ചില ഏറ്റവും ഒടുവിൽ നടന്ന വിക്ഷേപണങ്ങൾ പരാജയം. വളരെ ഗുരുതരമായ ഈ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയതിൽ ISROയുടെ ചില കഴിവുകേടുകളും പിടിപ്പുകേടും ഉണ്ട് എന്നുള്ളത് നമുക്ക് അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല. തെറ്റാര് ചെയ്താലും തെറ്റ് തന്നെയാണ്. ഒരുപാട് കാര്യത്തിൽ ISROയെ നമുക്ക് ശ്ലാഘിക്കാമെങ്കിലും അവരെ അഭിനന്ദിക്കാമെങ്കിലും ഈ ഒരു വിഷയത്തിൽ ISRO എവിടെയോ അവിടെ അട്ടിമറികൾ നടന്നോ എന്ന് പോലും സംശയിക്കേണ്ട സാഹചര്യമുണ്ട്. നമുക്കറിയാം, ഈ അടുത്ത സമയത്ത് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവാൾ തിരുവനന്തപുരത്തുള്ള ISROയുടെ കേന്ദ്രം ഇവിടെ സന്ദർശിക്കുകയും ഇത്തരം വിഷയങ്ങൾ കേന്ദ്രം ഗൗരവമായിട്ട് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഞാനീ പറഞ്ഞ 23
2023 മുതൽ 25 വരെയുള്ള കാലഘട്ടത്തിൽ 465 ആക്രമണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് ഡൽഹി എയർപോർട്ട്, മുംബൈ എയർപോർട്ട്, കൊൽക്കത്ത എയർപോർട്ട്, ഇങ്ങനെ പല എയർപോർട്ടുകളിലും ഈ ദുരിതം ഉണ്ടായിട്ടുണ്ട്. ഇതിൽ പാകിസ്ഥാൻ സ്വാഭാവികമായിട്ടും നമ്മളെ ആക്രമിക്കാൻ ശ്രമിക്കും എന്നുള്ളത് നമുക്കറിയാം. മ്യാൻമാറിൽ പ്രവർത്തിക്കുന്ന ഇത്തരം ജാമിംഗ് ആൻഡ് സ്പൂഫിംഗ് സെന്ററുകൾ ചൈനയുടെ പിന്തുണയോടുകൂടി മ്യാൻമാറിലെ വിഘടിത വിഭാഗങ്ങൾ ഉയർത്തിയിട്ടുള്ളതാണ്. ഇത് ഇന്ത്യ രണ്ടു തരത്തിലാണ് ഇതിനെയൊക്കെ നേരിടുന്നത്. അതൊരു മൾട്ടി ലെയർഡ് അപ്രോച്ചാണ്. ശാസ്ത്രീയമായ രീതിയിൽ ഇതിനെ പ്രതിരോധിക്കുന്നു. ഇനി ഇത്തരം ആക്രമണങ്ങളെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റിയില്ലെങ്കിൽ എങ്ങനെ നമുക്കിതിനെ മറികടക്കാം? അതായത് മൾട്ടിപ്പിൾ സോഴ്സസ്. ഇതിപ്പോ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, GPS മാത്രം ഉപയോഗിക്കുന്ന ഒരു വിമാനം, ആ വിമാനം ആ GPS നിന്ന് ലഭിക്കുന്ന ഡാറ്റ മറ്റ് ഗ്ലോബൽ നാവിഗേഷൻ സിസ്റ്റവും കൂടി റിസീവ് ചെയ്തിട്ട് അത് കൗണ്ടർ ചെക്ക് ചെയ്യും. അതായത് GPS തരുന്ന ലൊക്കേഷൻ വിവരങ്ങൾ ബെയ്ഡൂണിന്റെയോ അല്ലെങ്കിൽ ഗ്ലോസ്നാസ്, റഷ്യയുടെ ഗ്ലോസ്നാസിന്റെയോ വിവരങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തിയിട്ട് ഇതിൽ തെറ്റുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്ന ആ ഒരു വിവിധ GNSS സംവിധാനങ്ങളെ ഒരേ സമയം ഉപയോഗിക്കുന്നതിലൂടെ അത് മറികടക്കാണ് ആ പരിമിതി. അതുപോലെ തന്നെ മറ്റ് നിരവധി മാർഗങ്ങളുണ്ട്. ഇപ്പം സാധാരണഗതിയിൽ ഈ ഗ്ലോബൽ നാവിഗേഷൻ സിസ്റ്റം ഒന്നും വരുന്നതിന് മുമ്പും വിമാനങ്ങൾ ആകാശത്തേക്ക് പറന്നു വരുന്നിരുന്നു. ഈ 1940കളിലും 50കളിലും ഒക്കെ വിമാനങ്ങൾ, അന്നൊന്നും സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇല്ല. അത് അന്ന് ഗ്രൗണ്ട് ബേസ്ഡ് ആയിട്ടുള്ള റേഡിയോ കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങളിലൂടെയും റഡാറുകളിലൂടെ ഒക്കെയാണ് ഈ വിമാനം സേഫ് ആയിട്ട് ലാൻഡ് ചെയ്തിരുന്നത്. പക്ഷെ പരിമിതികൾ ഉണ്ടായിരുന്നു. ഇപ്പൊ രാത്രി ലാൻഡിംഗ് ഒന്നും പലപ്പോഴും നടക്കില്ലായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു പരിമിതികൾ ഉണ്ടായിരുന്നു. ഇപ്പോ ഇത്തരം സാറ്റലൈറ്റ് നാവിഗേഷൻ സിസ്റ്റങ്ങൾ ഇപ്പൊ എല്ലാം ഒരേ സമയം സ്പൂഫ് ചെയ്യുകയോ ജാം ചെയ്യുകയോ ചെയ്തു എന്നിരിക്കട്ടെ. അതായത് ഞാനീ പറഞ്ഞ GPS, ഗ്ലോസ്നാസും അങ്ങനെ 2-3 എണ്ണം ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നു. അത് മുഴുവൻ അവർ സ്പൂഫ് ചെയ്തെന്നിരിക്കട്ടെ. എങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പഴയകാല സംവിധാനങ്ങളും ഉപയോഗിക്കാൻ നമ്മുടെ പൈലറ്റുമാരെയൊക്കെ ട്രെയിൻ ചെയ്യിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് സേഫായിട്ട് ലാൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ യുദ്ധ വിമാനങ്ങളോ ഡ്രോണുകളോ ഒക്കെ ആണെങ്കിൽ അതിലുള്ള ഇനർഷ്യൽ നാവിഗേഷൻ സിസ്റ്റം എന്നൊരു സംവിധാനമുണ്ട്. അത് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷന്റെ സഹായം ഇല്ലാതെ തന്നെ ഡ്രോണുകളും വിമാനങ്ങൾക്കും ഒക്കെ ടാർഗറ്റുകൾ കണ്ടുപിടിക്കാനും ലക്ഷ്യസ്ഥാനത്ത് ആക്രമണം നടത്താനും ഒക്കെ സഹായിക്കുന്ന ഒരു സിസ്റ്റമാണ്. ആ ഇനർഷ്യൽ നാവിഗേഷൻ സിസ്റ്റം ഇപ്പോൾ ഇന്ത്യയുടെ ഡ്രോണുകളിലും വിമാനങ്ങളിലും യുദ്ധവിമാനങ്ങളിലും എല്ലാം തന്നെ സംയോജിപ്പിച്ചിട്ടുണ്ട്. ഇനി മറ്റു സംവിധാനങ്ങളും അതായത് ഈ സ്പൂഫിങ് സിഗ്നലുകളോ ജാം ചെയ്യാനുള്ള സിഗ്നലുകളോ വന്നു കഴിഞ്ഞാൽ അത് വേർതിരിച്ചറിയാൻ ആന്റി ജാമിങ് ആൻഡ് സ്പൂഫിങ് റിയൽ ടൈം ഇൻസിഡന്റ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം തുടങ്ങിയിട്ടുണ്ട്. അതായത് എവിടെയെങ്കിലും ഇങ്ങനെ ഒരു വിമാനത്തിന് ഇത്തരം ഒരു ബുദ്ധിമുട്ട് നേരിടുകയാണെങ്കിൽ അവർ ഉടൻ തന്നെ അത് റിപ്പോർട്ട് ചെയ്യും അധികൃതർക്ക്. അങ്ങനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇത് ട്രാക്ക് ചെയ്യാൻ പറ്റും, എവിടെ നിന്നാണ് ഈ സിഗ്നലുകൾ വരുന്നത് എന്നുള്ളത്. അതിന് കൗണ്ടർ മെഷേഴ്സ് എടുക്കാൻ അപ്പോൾ നമുക്ക് പറ്റും. പിന്നെ ഈ ഐഡന്റിറ്റി ഓഫ് സോഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതായത് ഈ ജാമിങ് എവിടെ നിന്നാണ് വരുന്നത്, സ്പൂഫിങ് എവിടെ നിന്നാണ് വരുന്നത്, അതിന്റെ എക്സാക്ട് ലൊക്കേഷൻ കണ്ടുപിടിക്കുക, അതിനെ നിർവീര്യമാക്കുക. അത് ഒരുപക്ഷെ ആക്രമണങ്ങളിലൂടെ തന്നെ ആവും. അത് തൽക്കാലം സർക്കാർ അതിനെക്കുറിച്ച് പറയുന്നില്ല, കാരണം അത് മറ്റൊരു രാജ്യത്തെ ആക്രമിക്കുന്നതിന് തുല്യമാണ്. പക്ഷെ എന്നിരുന്നാലും അക്കാര്യവും നമ്മൾ ആ ഒരു ഓപ്ഷനും നമ്മൾ വിട്ടുകളയുന്നില്ല. അങ്ങനെ ഒരു കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ വിമാനങ്ങളിലൊക്കെ തന്നെ കൺട്രോൾഡ് റിസപ്ഷൻ പാറ്റേൺ ആന്റിന, അത്തരം ആന്റിനകൾ ഘടിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ഗ്രൗണ്ട് ബേസ്ഡ് ആയിട്ടുള്ള, അതായത് ഈ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സ്പൂഫിങ് വ്യാജ സിഗ്നലുകൾ അയച്ച് വിമാനങ്ങളെ വഴിതെറ്റിക്കുന്നതും അതുപോലെ തന്നെ വിമാനങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തെ തടസ്സപ്പെടുത്തുന്നതും ഒക്കെ തന്നെ ഭൂമിയിൽ ഉറപ്പിച്ചിട്ടുള്ള റഡാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചാൽ. ഈ റഡാറുകളാണ് നമ്മുടെ വിമാനങ്ങളുടെ ഉപയോഗിക്കുന്ന കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ഫ്രീക്വൻസിയുടെ അടുത്ത ഫ്രീക്വൻസികളിൽ ഇത്തരം സിഗ്നലുകൾ പുറപ്പെടുവിക്കുന്നു. അപ്പോ ഈ ഭൂമിയിൽ നിന്ന് വരുന്ന സിഗ്നലുകളെ മറ്റത് GNSSും GPS ഒക്കെ
സാറ്റലൈറ്റിൽ നിന്നാണല്ലോ വരുന്നത്. ഇതിനെ വേർതിരിച്ച് അറിയാൻ പറ്റും. സിഗ്നലുകളുടെ ശക്തി, സിഗ്നലുകളുടെ പാറ്റേൺ ഇതൊക്കെ വെച്ചിട്ട് വേർതിരിച്ച് അറിയുന്ന അത്തരം ആന്റിനകളുണ്ട്. ആ ആന്റിനകൾ വിമാനങ്ങളിലുമൊക്കെ ഘടിപ്പിച്ചിട്ട് ഈ ഗ്രൗണ്ട് ബേസ്ഡ് റഡാർ സ്പൂഫിംഗ് ജാമിംഗ് അറ്റംപ്റ്റുകളെ മറികടക്കാനായിട്ട് നമുക്ക് സാധിക്കും. അത്തരം ഇപ്പം ഹെക്സഗൺ ഗാജി എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്, അത്തരം ഒരു ആന്റിന. അതൊക്കെ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ അഡ്വാൻസ്ഡ് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ്. ആ പ്രോസസ്സിങ്ങിൽ നമുക്ക് അവിടെയാണ് ഈ മൾട്ടിപ്പിൾ സംവിധാനങ്ങൾ. ഞാൻ ആദ്യമേ അത് പറഞ്ഞു. അതായത് GPS ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആ ഡാറ്റ ഇപ്പൊ ബെയ്ലുവോ അതല്ലെങ്കിൽ എന്താണ് ഗലീലിയോയുടെ ഡേറ്റയുമായിട്ട് കൗണ്ടർ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇത് രണ്ടും ഒരുപോലെ ആണെങ്കിൽ ഇവിടെ സ്പൂഫിംഗ് ഒന്നും നടന്നിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതല്ല വ്യത്യസ്തമാണെങ്കിൽ അവിടെ ഒരു സ്പൂഫിംഗ് അറ്റാക്ക് നടന്നെന്ന് പൈലറ്റിന് മനസ്സിലായിട്ട് അയാൾക്ക് അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളോ അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ട് ഞാൻ പറഞ്ഞ ഗ്രൗണ്ട് ബേസ്ഡ് കമ്മ്യൂണിക്കേഷനെ ആശ്രയിക്കുകയോ ഒക്കെ ചെയ്യാം. അതങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ ക്രിപ്റ്റോഗ്രഫിക് വെരിഫിക്കേഷൻ, എംബഡഡ് സിഗ്നൽസ് ഇപ്പോൾ പല സാറ്റലൈറ്റുകളും, അതായത് അതങ്ങനെ ഡീകോഡ് ചെയ്ത് വേണം എടുക്കേണ്ടത്. അപ്പൊ ആ അത്തരം സിഗ്നല് മാത്രമേ വിമാനങ്ങൾ സ്വീകരിക്കുകയുള്ളൂ. അങ്ങനെ ഒരു എൻക്രിപ്റ്റഡ് സിഗ്നൽ അയക്കാനായിട്ട് ഗ്രൗണ്ട് ബേസ്ഡ് പിന്നെ സ്പൂഫിംഗ് അറ്റാക്കർമാർ, ആക്രമണകാരികൾക്ക് എപ്പോഴും പറ്റണമെന്നില്ല. അപ്പൊ അതും ഒരു സംവിധാനമാണ്. അങ്ങനെ ഈ പലതരത്തിലുള്ള ടെക്നോളജികളെ ഒരേപോലെ ആശ്രയിച്ചാണ് ഇപ്പോ ഇത്തരം ആക്രമണങ്ങളെ മറികടക്കുന്നത്. ഈ അടുത്ത സമയത്ത് ഈ കഴിഞ്ഞ ദിവസം ഇന്ത്യ മ്യാൻമാറിനുള്ളിലേക്ക് ഇന്ത്യൻ സേന ചില ആക്രമണങ്ങൾ നടത്തി. അത് അധികം വാർത്തയായിരുന്നു. ഏതാണ്ട് 150 കിലോമീറ്ററിനുള്ളിലേക്ക്, അതായത് മ്യാൻമാറിന്റെ പ്രധാനമന്ത്രി ഇവിടെ സന്ദർശിച്ച അവസരത്തിൽ തന്നെ ഈ ആക്രമണം ഇന്ത്യ നടത്തി. ഇത്തരം ആക്രമണങ്ങളൊക്കെ തന്നെ ഇതുപോലുള്ള ജാമിംഗ് സ്പൂഫിംഗ് സെന്ററുകളെയും ലക്ഷ്യമിട്ടിട്ടുള്ളതും കൂടിയാണ്. അത് മാത്രമല്ല, അവിടെയുള്ള തീവ്രവാദ ക്യാമ്പുകൾക്ക് നേരെയാണ് ആക്രമണം നടക്കുന്നത് മുഖ്യമായിട്ടും. അതോടൊപ്പം തന്നെ ഇത്തരം ഈ വിമാനവേധ സംവിധാനങ്ങളിൽ നമ്മൾ തകർക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത്തരം കേന്ദ്രങ്ങളെ തിരിച്ചറിഞ്ഞ് അവിടെ നമ്മുടെ പിന്നെ റോ പോലുള്ള ഏജൻസികൾ കൃത്യമായിട്ട് അവയെ ടാർഗറ്റ് ചെയ്യും. അങ്ങനെ ഒരു പല തലങ്ങളിലുള്ള ബഹുമുഖമായ ഒരു തന്ത്രത്തിലൂടെ ഇതിനെ മറികടക്കാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതൊരു യുദ്ധം നടക്കുന്ന കാലഘട്ടത്തിൽ ഇതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ സമാധാന കാലഘട്ടത്തിൽ യാത്രാ വിമാനങ്ങൾക്ക് നേരെ ഇത്തരം ആക്രമണങ്ങൾ നടക്കുന്നു എന്നുള്ളത് അത് സത്യം പറഞ്ഞാൽ ലോക മനസാക്ഷിയെ ഞെട്ടിപ്പിക്കേണ്ടതാണ്. ഈ അണ്വായുധ നിരോധന വ്യാപന നിരോധന കരാർ ഉള്ളതുപോലെ, അല്ലെങ്കിൽ ബയോളജിക്കൽ വെപ്പൺസിനോ അതല്ലെങ്കിൽ രാസായുധങ്ങൾക്കോ എതിരെയൊക്കെ ലോകം ഒന്നിച്ചതുപോലെ ഇത്തരം ജാമിംഗ് സ്പൂഫിംഗ് ആക്രമണങ്ങൾക്കെതിരെ ലോകം ഒന്നിക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ശരി, ഇന്ത്യ ഇക്കാര്യം വളരെ ഗൗരവമായി പരിഗണിച്ച് ഇതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ വിശകലനങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിലെത്താം. അതുവരെ നമസ്കാരം. ശരി, നന്ദി സർ.